മതി 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 മതി. ന്യൂഡിൽസ് മേടിച്ചിങ്ങനെ. പിന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം ഉച്ച 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെന്താ അറിയില്ല, നല്ല വെയിൽ. വീട്ടിലിരുന്ന് ബോറടിക്കുക. മേലെ അച്ചുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. അവനുണ്ടാകണേ ചാമ്പക്ക നിലത്തും കൂടെ നടക്കണതാ. ചാമ്പക്ക മല കാണാണ്ടോ അങ്ങ് ദൂരെ. അത് സുഖം കേട്ടോ. ഈ ഭാഗത്തെ ഏറ്റവും ടോപ്പിലുള്ള വീടാണ്. അതിന് നേരെ താഴെയാണ് ഞങ്ങളെ വീട്. ആ ഭാഗത്ത് ഇവിടെ ഉണ്ടാവുക. അച്ചോ അച്ചോ ഇത് നായിക്കരുന്ന് പറഞ്ഞേ. ഇത്ര പോസ്റ്റ് ഞാൻ നോക്കൊണ്ടില്ല. 10-20 പോസ്റ്റ് എടുത്തിട്ടിക്കണേ. എനിക്ക് ഇടിക്കാണ്ട് കുറച്ച് ഞാൻ ഗെയിം കളിച്ചിട്ട് പോവാ. പബ്ജി ഉണ്ട് എൻ്റെ അല്ലേ? പബ്ജി അടിക്കാണ്ടോ? ഏത് പബ്ജി? ഇന്ത്യ അല്ലേ? ആരാണ് കല്ലൊക്കെ എടുത്ത് വെച്ചേ? കുറെ നേരെ ഗെയിമും കളിച്ച് റീലും കണ്ടിരിക്കുകയാണ്. അച്ചു പറഞ്ഞേ മാങ്ങ അരച്ചിട്ട് ഉപ്പിട്ട് കഴിക്കാന്ന് ചെനച്ചിക്കണെന്ന് തോന്നുന്നു. ഇവൻ്റെ വീട്ടിൽ വരുമ്പോൾ നല്ല രസമാട്ടോ. ഫ്രണ്ടിൽ കാണുന്ന വ്യൂ അത് അടിപൊളി വ്യൂ ആട്ടോ. ഇങ്ങനെ കാണിച്ചൊരു രസം ഉണ്ടാവില്ല. ഞാൻ മറ്റേ രീതിയിൽ കാണിച്ചു. ആ മലയാണ് ഹൈലൈറ്റ്. പിന്നെ ഇവിടുത്തെ തെങ്ങ് മുഴുവനും കാണുന്നുണ്ട്. ചോട്ടിൽ ഞങ്ങളെ വീട് അടക്കുന്നത്. ഇവിടെ മുളകൊടി എടുത്തോ? മാങ്ങ പൈത്തുണ്ടാവും, ചെനച്ചുണ്ടാവും, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഫസ്റ്റ് കാര്യം ഉണ്ടാവും. പുളിയാണത്. എന്താണ്? ആ വലുത് കുറച്ചോ. ഗെയിം കളിച്ച് എൻ്റെ മൊബൈലിൻ്റെ ചാർജ് ഞാൻ തീർത്ത്. കവറിൻ്റെ ഉള്ളിലായിരിക്കും ഇട്ടത്. നീ പുറത്ത് മെല്ലെ ഇട്ടിട്ട് വന്ന് കൊണ്ടു നിൽക്കുക. കാറ്റടിച്ച് ഇത് പറക്കൂടാ. ആ അടിപൊളി. മാങ്ങ ചെറുതായിട്ട് ചെനച്ചുണ്ട്. ഇത് മറ്റേ ഇവിടെയുള്ള ടൈപ്പ് കോമാങ്ങയല്ല. കോമാങ്ങ പറഞ്ഞാൽ വേറെ ടൈപ്പ് മാങ്ങ. ഇത് വേറെ ടൈപ്പ് മാങ്ങ. ഈ മാങ്ങ വെറുതെ ഉപ്പും മുളകിലിട്ട് തിന്നാനും ഒരു രസമല്ല. ഒരു കാന്താരി ഉണ്ട് പറിച്ച. അവിടെ ഒരു കാന്താരി ഉണ്ട് കേട്ടോ. ഇവിടെ കാന്താരി ഉണ്ട്. ഒരു കാന്താരി ഇട്ടിട്ട് തിന്നോ അവിടെ. അത്ര വലുതൊന്നും വേണ്ട, ചെറുതോ. ഈ ഭാഗത്ത് മതി മതി മതി. എരിവുണ്ടാവുമെന്ന് അറിയില്ല. എനിക്ക് ചെറിയ പേടിയാണ് നാക്ക് പൊള്ളുവോന്ന്. എരിവുണ്ടാവില്ല, അധികം എരിവില്ല. നാക്ക് എന്തൊക്കെയാ ആവണ്ടേ, ചെറിയൊരു എരിവാ. എരിവ് കൂടി. ഫസ്റ്റ് അധികം എരിവുണ്ടായില്ല, പിന്നെ എരിവ് കൂടി. അച്ചോ ഞാൻ വീട്ടിൽ പോട്ടെ. ചെറുതായിട്ട് വെള്ളം നേരം ചെറിയ ചാറ്റിൽ പെയ്തപ്പോഴേക്കും ഓടിൻ്റെ പക്കത്തോടെ അച്ചു എന്നെ ഡബിൾ വെച്ച് പോകുന്നു. കടയിൽ പോട്ടെ. എന്താ സൂപ്പർ കൂടുവോ? പിന്നെ ന്യൂഡിൽസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിരിക്കണേ. വെള്ളം കുറഞ്ഞടാ. ഇന്നലെ തോനെ വെള്ളം ഉണ്ടായിരുന്നത് കൂടെ. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ നടക്കണേ. പൈസ ആയിട്ടില്ല വീഡിയോ. മാഗി 2 സൂപ്പറുള്ളൂ. മാഗിക്ക് എത്രയാ? 2 1 മാഗി. വലുത് എത്ര? 20-ന്റെ 2 ന്യൂഡിൽസ് മേടിച്ചിരിക്കണേ. പിന്നെ ഒരു സൂപ്പർ ഗ്ലൂ മേടിച്ചിരിക്കണേ. എന്തുകൊണ്ടിരിക്കാനെന്ന് അറിയില്ല. ഇപ്പി അല്ല, ഇത് വേറെ ഏതോ ആണ്. ഇപ്പിയാണ് ഈ കുറച്ചുകൂടി അടിപൊളി. മറ്റേ ഓറഞ്ച് അല്ലേ അത്? നല്ല അടിപൊളി മസാല അല്ലേ, നല്ല ടേസ്റ്റ്. അത് കുറച്ച് അത്യാവശ്യം വെയിലുണ്ട്. എന്നാലും ഈ അച്ചുവിൻ്റെ മുടി തിളയും കൊണ്ട് തന്നെ ഒക്കെ ഉള്ളൂ. ആ ഗോൾഡൻ കളർ ഫെമ്മടിച്ചിട്ട് ചെക്കൻ മുടി നാശമാക്കിയിട്ട്. ന്യൂഡിൽസ് അവിടെ മൊബൈലേ കുത്തിയ കേട്ടെ. തീരെ ചാർജില്ല. എഡിറ്റ് ചെയ്യാനും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അപ്ലോഡാക്കാൻ പറ്റില്ല. വൈഫൈക്ക് റേഞ്ച് കിട്ടില്ല, വൈഫൈയിൽ നെറ്റ് കിട്ടില്ല. ഞാൻ പെട്ടുപോയി. എന്താണ് അച്ചുമാഷേ, മുടിയൊക്കെ നല്ല കളറാണല്ലോ. ഉപ്പും ചാക്ക ആയിട്ട് നരച്ചതാണ്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നേരത്തെ കൊണ്ടത് ന്യൂഡിൽസ് ഇപ്പോൾ ഉണ്ടാക്കിയാലോ. എനിക്ക് കുറച്ച് മാറ്റി വെച്ച് കൊടുക്കാം. അമ്മ ന്യൂഡിൽസ് ഉണ്ടാക്കണേ. അമ്മയ്ക്ക് വേണോ? ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടതാ. കുറച്ചുള്ളൂ കേട്ടോ. കിങ്ങിണിക്കും വേറെ ഒരു ഭാഗം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കിങ്ങിണി അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവെക്കണ്ടേ. അയ്യോ സ്പെഷ്യലൊന്നും അല്ല, നോർമൽ തന്നെ. മുറ്റത്ത് പൂവെല്ലാം പൂത്തിട്ട് നോക്ക്. നല്ല രസമുണ്ടല്ലോ. മറ്റേ ഉള്ളിപ്പൂവല്ലേ. ഒരു സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല വിശക്കുണ്ട്. ഞാൻ ഇത്ര നേരം ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്ടോ. ഇത്ര നേരമല്ല, ഞാൻ മൊബൈലിൽ നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് കുറച്ച് നേരത്തെ എനിക്ക് മനസ്സിലായത് വൈഫൈയിൽ നെറ്റ് കിട്ടാത്ത വൈഫൈയിൽ പൈസ കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് പൈസ കയറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വല്ല പരിപാടിയെല്ലാം തുടങ്ങണ്ട കേട്ടോ. ഇങ്ങോട്ട് സമയം നീട്ടി വെക്കാനൊന്നുമില്ല. ചെയ്യേണ്ട പണി അപ്പോൾ തന്നെ ചെയ്യട്ടെ. ഇല്ലേ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നീളം. നല്ല ചിക്കൻ കറി ആവുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് പൂരി ഉണ്ട്. ആദ്യം 2-3 പൂരി നിന്നിട്ടേ ചിക്കൻ കറിയും കൂട്ടിയിരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് കഴിക്കാം. ഞാൻ മൊബൈൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നു കിങ്ങിണിങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇതിന് വായിച്ചിട്ട് സാറിന് വോയിസ് അയച്ചു കൊടുക്കണം, വായിച്ചോണ്ട് അയച്ചു കൊടുക്കണം എന്ന്.
കിങ്ങിണിക്ക് പറ്റണില്ല, കിങ്ങിണി വായിച്ചു കൊടുക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വെക്കണം. വയസ്സ് ഞാൻ ചോറ് കഴിച്ചിട്ട് എഡിറ്റിങ്ങും പരിപാടിയിലെങ്കിലും തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം.